എന്നാലും മുതലാളി എടുത്തിയാടെ ഒരു തീരുമാനം എടുക്കരുത്. സ്വല്പം സമാധാനബുദ്ധി കാണിക്കേ. ആദ്യം നമുക്ക് ബാബയെ പോയി ഒന്ന് കാണാം. അദ്ദേഹം എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാം. ശരി, ഇപ്പൊ തന്നെ പോവാം. വാ. തൃശൂൽ, 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 നീ എന്താ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നേ? അറിയില്ല, നിന്നെ നോക്കി ഇവിടെ ഇരിക്കായിരുന്നു. അതിനിടയിൽ എപ്പോഴും ഉറങ്ങിപ്പോയതാ. ഇപ്പോഴെങ്ങനെയുണ്ട് ശിവാനി? സുഖം തോന്നുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ശിവാനി, ഇത് കുടിക്കേ. പാലിനെന്താ ഈ കളറ്? ഇതിലും മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ശിവാനി. മഞ്ഞളിനെ ആന്റിബയോട്ടിക് എന്നാ പറയാറ്. എന്ന് വെച്ചാലേ രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ടെന്ന്. മഞ്ഞളിട്ട പാല് കുടിച്ചാ പെട്ടെന്ന് അസുഖം മാറും. വേഗം കുടിക്കേ. എനിക്ക് ഇതൊക്കെ അറിയായിരുന്നോ? ഇതെല്ലാം എന്റെ അമ്മ പഠിപ്പിച്ചു തന്നതാ. ഈ അമ്മമാരെന്ന് പറയുന്നതേ കുഞ്ഞിന് വെറും അധ്യാപിക മാത്രമല്ല, ആദ്യത്തെ വൈദ്യനും കൂടിയാ. വേറെ എന്തൊക്കെയാ അറിയാം നിനക്ക്? ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാം ഇപ്പൊ തന്നെ പറഞ്ഞാ പിന്നെ ജീവിതത്തിലൊന്നും പറയാനുണ്ടാവില്ല. നീ പാല് കുടിക്കേ, ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വരാം. സുപർണ, സുപർണ, എന്താണ് ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത്? ഏതോ ഒരു ചിന്ത നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തോ രാവിലെ മുതൽ ഗരുഡലോകത്തെ പറ്റി വല്ലാതെ ഓർമ്മ വരുന്നു. അതിന് മാത്രം എന്ത് പറ്റി? ഈ വൈരാഗ്യത്തിന്റെ പേരിൽ നമ്മളെ എല്ലാവരെയും തമ്മിൽ അകറ്റുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ആരിലും ഒരു സ്നേഹവും കാണുന്നില്ല, ആർക്കും ഒരു സമാധാനവും ഇല്ല. നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സ്നേഹം കൂടാനല്ല, യുദ്ധം ചെയ്യാനാണ്. കളഞ്ഞുപോയ നാഗമാണിക്യം തിരിച്ചു പിടിക്കാനാണ്. നാഗമാണിക്യം തേടുന്നതിന്റെ പുറകെ നടന്ന് ബാക്കിയുള്ളതെല്ലാം നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. സുപർണ, ഗരുഡ ലോകത്തുള്ളവളായിട്ടും നമ്മുടെ നിയമങ്ങളെ നീ മറന്നുപോവുകയാണോ? രഹസ്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് നീ അതൊക്കെ ധിക്കരിക്കുകയാണോ? ധിക്കരിച്ചതല്ല, നമ്മുടെ ഒരു രഹസ്യവും ഞാൻ ആരുടെ മുമ്പിലും പറഞ്ഞിട്ടുമില്ല. നീ എന്തോ എല്ലാം മറന്നുപോകുന്നു സുപർണ. നമ്മൾ ഇങ്ങോട്ട് വന്നത് നാഗമാണിക്യം നേടാനാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതല്ല. എനിക്ക് നമ്മുടെ ലക്ഷ്യത്തെപ്പറ്റി നന്നായിട്ട് അറിയാം. അതൊരിക്കലും ഞാൻ മറക്കുകയുമില്ല. നമ്മുടെ വൈരാഗ്യത്തിന്റെ കാര്യങ്ങൾ മറന്നിട്ട് മറ്റാലോചനകൾ തുടങ്ങിയെന്നാൽ വൈരാഗ്യത്തിന്റെ കാര്യം മറന്നുപോകാൻ സാധ്യതയുണ്ട്. സുപർണ, ഒരു കാര്യം കൂടെ, നീ ആരുമായി മടുക്കാൻ കൂടുതൽ പ്രയത്നിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ മുന്നോട്ടൊരു ദിവസം അവരുടെ തന്നെ ജീവനെടുക്കേണ്ട ആവശ്യം വന്നാൽ അത് മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തും. ആരാ നിങ്ങള്? അത് ഞാൻ ഈ വീട്ടിലുള്ള ആളാ. ഓ, ഞങ്ങൾക്കിവിടെ താമസിക്കാൻ സൗകര്യം തന്നത് നിങ്ങളായിരുന്നോ? ആ അതെ. നിങ്ങളെന്തോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നു.
എന്തു പറ്റിയതാ? ആ, ഒന്നുമില്ല. എനിക്കെന്തോ ഒരു വയ്യായ്ക പോലെ. ശിവാനി എന്തു പറ്റി? തൃശൂൽ, ഇവര് ഈ വീട്ടിലുള്ളതാണത്രേ. ഇവരല്ലേ രാത്രി മരുന്ന് വാങ്ങാൻ വന്നത്? ഓ സോറി അമ്മേ, ഇന്നലെ ആ സമയത്ത് അധികം സംസാരിക്കാൻ പറ്റിയില്ല. അത് സാരമില്ല. നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണോ? അതെ. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഇവൻ ഉറങ്ങിയതേയില്ല. രാത്രി മുഴുവൻ നിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. ഇവനെ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് വേണ്ടി ഇവൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്. നിങ്ങളുടെ ഈ ജീവിതം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. താങ്ക്സ് അമ്മേ. ജയ് മഹാകാളി. ദിഗ്വിജയ, മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണെന്ന് തോന്നുന്നു. എന്തു പറ്റി? അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാബ, ഞാൻ ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ടു. എന്തോ ദുസ്വപ്നം കണ്ടു ഭയന്ന് എന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നുവോ? അത് വെറുമൊരു സ്വപ്നമല്ല. ആദിശേഷൻ എന്റെ കൺമുമ്പിലേക്ക് വന്നു. അത് വേറെ ആരുമില്ല, എന്റെ മകൻ തൃശൂലാണ്. ഞാൻ നിന്നെ വെറുതെ വിടില്ല, നിന്നോടുള്ള എല്ലാ വൈരാഗ്യവും തീർക്കുമെന്ന് പറഞ്ഞു. ആ സ്വപ്നം കണ്ടത് മുതൽ മനസ്സിനെന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത പോലെ. അപ്പോൾ നിന്റെ പ്രശ്നം അതാണ്. ബാബാ, ഞാൻ കണ്ടത് സത്യമാണോ? എന്റെ മകനാണോ ആദിശേഷൻ? ഞാൻ എന്റെ ശത്രുവിനാണോ ജന്മം കൊടുത്തത്? സത്യം നിനക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഇനിയും നീ 2 ദിവസം കാത്തിരുന്നേ പറ്റൂ. ഞാൻ ഇവിടെ നിന്നും പറഞ്ഞയച്ച അസ്ത്രം അതിന്റെ കാര്യം നടത്തിയിട്ട് എല്ലാ ഇച്ഛാധാരി നാഗങ്ങളെയും നിന്റെ മുൻപിൽ തന്നെ കൊണ്ടുവന്നു തരും. അവരുടെ ശരിയായ രൂപം അപ്പോൾ നിനക്ക് ദർശിക്കുവാനാകും. ഞാൻ 2 ദിവസം കൂടി കാത്തിരുന്നോളാം. അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ട സ്വപ്നം സത്യമാണോ കള്ളമാണോ എന്നെങ്കിലും എന്നോടൊന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾ പറഞ്ഞുവിട്ട അസ്ത്രം എന്റെ സ്വപ്നത്തിൽ വന്ന് ദുസൂചനയാണോ? തൃശൂലാണ് ആദിശേഷൻ എന്നുള്ളത് സത്യമാണോ ബാബ? ദിഗ്വിജയ, നീ വീണ്ടും വീണ്ടും ഇങ്ങനെ സംശയിക്കുന്നത് നിന്റെ മകനെ തന്നെയാണെന്നുള്ള കാര്യം നീ മറക്കണ്ട. ഒരു പക്ഷേ അവൻ ആദിശേഷനല്ല എന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുൻപിൽ നീ തലകുനിച്ചു നിൽക്കേണ്ടതായി വരും. അവൻ തന്നെയാണ് ആദിശേഷനെങ്കിലും ഞാൻ തീർച്ചയായും തലകുനിച്ചേ പറ്റൂ. കള്ളമാണെങ്കിൽ അപമാനം കൊണ്ട്, സത്യമാണെങ്കിൽ പുത്രവിയോഗത്താൽ. കേട്ടില്ലേ ബാബ? അദ്ദേഹത്തിന്റെ മകൻ ശത്രുവാണെന്ന് തോന്നല എപ്പോഴും അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. വന്നല്ലേ പറ്റൂ നന്ദീശ. അവൻ ജനിക്കുന്നതിന് മുമ്പാണ് എനിക്ക് നാഗമാണിക്യത്തോട് ആഗ്രഹം തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നാഗമാണിക്യമാണ് മുഖ്യം. ദിഗ്വിജയ, നീ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത്. അത് നിന്റെ ഭാവിക്ക് നല്ലതല്ല, ആരോഗ്യത്തിനും നല്ലതല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം ബാബ? ഞാൻ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവൻ എന്റെ കൺമുമ്പിൽ വരിക. നീ നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണം. ഇനി 2 ദിവസത്തിനുള്ളിൽ അവൻ ആരാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കുവാൻ പോവുകയാണ്. അപ്പോഴേക്കും നീ നിന്റെ ശക്തികളെയെല്ലാം ആർജിക്കുവാൻ നോക്ക്. ആദിശേഷൻ നിന്റെ എതിരെ വന്നു നിന്നാൽ അവനെ തോൽപ്പിച്ച് സംഹരിക്കുവാനായി അപാരമായ ശക്തികൾ നിനക്ക് ആവശ്യമായുണ്ട്. ശരി ബാബ, 2 ദിവസമല്ലേ, ഞാൻ കാത്തിരുന്നോളാം. പക്ഷേ 3-ാമത്തെ ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അവനെ ഇല്ലാതാക്കി കളയണം. അതാണ് എന്റെ ആഗ്രഹം. ഉറപ്പായിട്ടും എന്റെ ആശീർവാദം നിനക്കുണ്ട്. പോയിക്കൊള്ളൂ. എന്താ ശിവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. നീ എന്താ പെട്ടെന്ന് ഇതുപോലെ ഫ്യൂസ് പോയ ട്രാൻസ്ഫോമർ പോലെ ആവുന്നേ? ചില സമയത്ത് DC പവർ ഉണ്ടെങ്കിലും വീട്ടിലേക്ക് പവർ സപ്ലൈ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിന്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പുറത്തേക്കേ വരാറില്ല. പറയാനാണെങ്കിൽ
1000 കാര്യങ്ങളുണ്ടാകും ചോദിക്കാനായിട്ട്. എന്നോട് ചോദിച്ചോന്നേ. നോക്ക്, പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും ഫസ്റ്റ് ക്ലാസ്സിലെങ്കിലും പാസ്സാവും ഞാൻ. ചോദിക്കേ. നിനക്ക് ഞാനെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെന്താ ശിവാനി അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഉത്തരം ഒരു വാക്കുള്ളെങ്കിലും അത് എന്നെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ. കാര്യം പറ തൃശൂൽ, നിനക്കെന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു വാക്കായി പോവില്ലേ? ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാ മലയാളത്തിൽ അക്ഷരങ്ങളൊക്കെ ഒരുപാട് കുറവാണെന്ന് തോന്നുന്നു. നിന്നോടുള്ള പ്രണയം പറഞ്ഞറിയിക്കാൻ അക്ഷരങ്ങൾ തികയുന്നില്ല ശിവാനി. തൃശൂൽ, എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ഞാൻ മരിച്ചു പോവാണെങ്കിൽ നീ എന്തേ? ഇനി ഒരിക്കലും നീ ഇതുപോലെ സംസാരിക്കരുത്. എനിക്ക് ജീവനുള്ളവരെ നിനക്കൊന്നും സംഭവിക്കില്ല ശിവാനി. എന്റെ ശക്തി താണ്ടി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ക്ഷണം തന്നെ എന്റെ ശ്വാസം നിലച്ചു പോകും. എന്നോട് ക്ഷമിക്ക് തൃശൂൽ. തമാശക്ക് പോലും ഇങ്ങനെ പറയരുത് ശിവാനി. എനിക്ക് താങ്ങാനാവില്ല അതൊന്നും. എനിക്ക് വളരെ വലിയൊരു ആഗ്രഹമുണ്ട് ശിവാനി. 7 ജന്മത്തിലും നമ്മൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കണമെന്ന്. 7 ജന്മത്തിലും നമ്മൾ ഇരുവരും പതിപത്നിമാരായിരിക്കും. ഈ ലോകം തന്നെ അവസാനിച്ചാലും നമ്മൾ ഇരുവരുടെയും പ്രണയം ഇതുപോലെ തന്നെ നിലനിൽക്കണം. സൃഷ്ടിയുടെ അന്ത്യം വരെയും നമ്മുടെ പ്രണയം ഇതുപോലെ തന്നെയായിരിക്കും. നമ്മൾ ഇരുവരുടെയും പ്രണയം ആരെക്കൊണ്ടും ഇല്ലാതാക്കാൻ സാധിക്കരുത്. ശിവാനി, എന്തു പറ്റി? ശിവാനി, ഫോൺ റിങ് ചെയ്യുന്ന കേട്ടില്ലേ? നോക്കിക്കൂടെ? ദേ അമ്മയെ വിളിക്കുന്നേ. ഹായ് അമ്മേ, സുഖല്ലേ? തൃശൂൽ, നീ ഇപ്പൊ എവിടെയുള്ളത്? ഇന്നലെ രാവിലെയല്ലേ നീ അവസാനം വിളിച്ചത്? അതിനുശേഷം വിളിച്ചതേ ഇല്ലല്ലോ. ഇല്ലമ്മേ, അത് ഞങ്ങളിവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. അതിനിടയിൽ ഫോൺ വിളിക്കാൻ മറന്നുപോയി. ശിവാനി എവിടെ? ദേ ഇവിടെ തന്നെയുണ്ട്. ദാ ശിവാനി, എന്തു പറ്റി മോളെ? മുഖത്തൊരു സന്തോഷവും ഇല്ലല്ലോ. നിനക്കെന്താ സുഖമില്ലേ? ഒന്നുമില്ലമ്മേ, ഞാൻ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നേ. പിന്നെന്താ മുഖം വല്ലാതിരിക്കുന്നത്? അതമ്മേ, ഇല്ലമ്മേ, ഇവിടത്തെ കാലാവസ്ഥയൊക്കെ വേറെയല്ലേ, അതുകൊണ്ട് ചെറിയൊരു കോൾഡ് പിടിച്ചത്, അത്രേ ഉള്ളൂ. അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എനിക്കൊരു ടെൻഷനും ഇല്ലട മോനെ. നിന്റെ അച്ഛനാ ടെൻഷൻ. നീ പോയ അന്ന് മുതല് ഇവിടെ വിഷമിച്ചിരിക്കുക. നിക്ക്, ഞാൻ ഇപ്പൊ കൊടുക്കാം. ഹലോ അച്ഛാ, എന്തു പറ്റി അച്ഛാ? ഒന്നുമില്ലടാ, നീ വെറുതെ അവള് പറയുന്നത് കേട്ട്. എവിടെയൊക്കെ പോയി നിങ്ങള്? കാർ ഇവിടെ എത്തിയപ്പോ കംപ്ലൈന്റ് ആയില്ലേ, അതുകൊണ്ട് ഒരുപാട് ചുറ്റിക്കറങ്ങാനൊന്നും പറ്റിയില്ല. കാറ് കേടായിരുന്നു. ഞാൻ വേറെ കാർ അയക്കണോ? അച്ഛാ കുഴപ്പമില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. മെക്കാനിക്കിന് കൊടുത്തിട്ടുണ്ട്, കാർ റെഡിയായി കിട്ടും. ഈ കാർ തന്നെ മതി. ശരി, നീ അമ്മയോട് സംസാരിക്കാൻ, ഞാൻ കൊടുക്കാം. അച്ഛാ ഒരു മിനിറ്റ്. അച്ഛാ, അച്ഛൻ എന്തു പറ്റിയെന്ന് പറ പ്ലീസ്. ഞാൻ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴും അച്ഛൻ എന്നോടൊന്നും സംസാരിക്കാനേ നിന്നിട്ടില്ല. സത്യം പറ. ഇല്ലടാ, അത് കണ്ണിനെന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. കൂടുതൽ സമയം മൊബൈലിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അച്ഛാ എന്നാലും നിന്റെ അമ്മയ്ക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ കൊടുക്കാം. എന്താണ് മുതലാളി, എന്തു പറ്റി? അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് ആവുന്നില്ലടാ. ഇനി ഒരു ദിവസം കൂടിയില്ലേ, എല്ലാം ശരിയാവും. ശരിയായല്ലേ പറ്റൂ. അവനെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിനൊരു സമാധാനം കിട്ടും. അല്ലെങ്കിൽ
ശിവാനി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ മഴവിലിന് 7 നിറവില്ലേ, അതിന്റെ കാരണം എന്താണെന്ന് ശിവാനിക്കറിയോ? അറിയില്ല. പറയാം, കേക്ക്. ബ്രഹ്മാവ് ആകാശം സൃഷ്ടിക്കുന്ന സമയത്ത് ഏത് കളർ കൊണ്ട് പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോ വെറുതെ എല്ലാ പെൺദേവതകളോടും അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിക്കാന്ന് കരുതി. ഓരോരോ ദേവതകളും ഓരോരോ കളറുകൾ വേണമെന്ന് പറഞ്ഞു. ഒരാള് ഈ കളർ വേണമെന്ന് പറയുമ്പോ മറ്റേ ആള് ആ കളർ വേണ്ട, ഈ കളർ മതിയെന്ന് പറഞ്ഞ് മൊത്തത്തിൽ അവിടെ അടിയും പിടിയുമായിരുന്നു. അവസാനം ബ്രഹ്മാവിന്റെ പിടി വിട്ട് ഇതൊന്നും വേണ്ടെന്നും പറഞ്ഞ് 7 നിറം കൊണ്ട് മഴവിലിനെ സൃഷ്ടിച്ചു അത്രേ. ഇങ്ങനെയാ മഴവിലിന് 7 നിറം ഉണ്ടായേ. ഇത് കേട്ടിട്ട് ഞാൻ ചിരിക്കണമെന്നാണോ? വേണ്ട, വിട്ടേക്ക്. ലൈറ്റ് ആയിട്ടൊന്ന് പാളിപ്പോയെന്ന് മനസ്സിലായി. സാരമില്ല. അല്ല തൃശൂൽ, ഇത്രയും ദൂരം വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കൊന്ന് വാങ്ങി തരുന്നില്ലേ? വാങ്ങി തന്നില്ലേ കപ്പലണ്ടി? ഇത് നീ വാങ്ങിയതൊന്നുമല്ല, ഞാൻ വാങ്ങിച്ചതാ. കാശ് കൊടുത്തത് ഞാനല്ലേ? കാശ് കൊടുത്തതെല്ലാം വാങ്ങി തന്നൊന്നും ആവില്ല തൃശൂൽ. ഭാര്യയോട് നിനക്ക് ഒട്ടും സ്നേഹമില്ല. പോട്ടെ. അയ്യോ, ഇത് എന്തൊക്കെയാ പറയുന്നത് ശിവാനി? കാശ് കൊടുത്തതും പോരാഞ്ഞിട്ട് ഇനി വേറെ വാങ്ങി തരണോ? ചോദ്യം ചോദിച്ചോണ്ടിരിക്കണ്ട. എനിക്ക് വാങ്ങി തരുന്നുണ്ടോ ഇല്ലയോ? ആയിക്കോട്ടെ, വാ വാങ്ങിത്തരാം. എന്താ വേണ്ടേ? എന്ത് വാങ്ങി തരും നീ? കുഞ്ഞായല്ലോ. എന്താ പറഞ്ഞേ? കുഞ്ഞിനെ പോലുള്ള ഭാര്യക്ക് ഒരു വള വാങ്ങിത്തരാന്ന് പറഞ്ഞതായിരുന്നു. ശരി, ബാ. അച്ഛാ, നമ്മൾ ഇവിടേക്ക് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ആ ഇച്ഛാധാരി നാഗങ്ങളെ പറ്റി ഒരു തെളിവും ലഭിച്ചിട്ടില്ല. ആ ഗരുഡോത്കാരൻ നമുക്ക് സൂചന നൽകിയിട്ടും നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എനിക്കെന്തോ നമ്മൾ തെറ്റു ചെയ്യുകയാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ആ ഇച്ഛാധാരി നാഗങ്ങളെ കണ്ടുപിടിക്കാൻ മറ്റൊരു വഴിയുമില്ലെന്നാണോ? ഉണ്ട്. വാമാചാര മാർഗം.